10 നക്ഷത്രക്കാർക്ക് ജൂൺ മാസം കോടീശ്വര യോഗം വന്നു ചേരുന്ന കാലഘട്ടമാണ്. സൗഭാഗ്യവും കോടീശ്വര ജീവിതത്തിലേക്ക് എത്തുവാനും ഇവർക്ക് മഹത്തായിട്ടുള്ള സമയം ഈശ്വരൻ വഴി തുറന്നു കൊടുക്കുന്ന സമയമൊക്കെയാണ്. ഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ ധാരാളം സമ്പത്തും കാര്യവിജയങ്ങളും ഉണ്ടാകുന്ന ഭാഗ്യ നക്ഷത്ര ജാതകരുണ്ട്. എന്തൊക്കെ മാറ്റങ്ങളാണ് ജൂൺ മാസം സംഭവിക്കുന്നതിന് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. 10 നക്ഷത്ര ജാതകർക്കും തലവര മാറുന്ന പല സാഹചര്യങ്ങളുമാണ് നിലവിൽ തുറക്കപ്പെടുന്നത്. സമ്പത്തും സൗഭാഗ്യങ്ങളും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹങ്ങളൊക്കെ ധാരാളം ലഭിക്കുന്നതോടുകൂടി തന്നെ സമ്പത്തിലെ എല്ലാവിധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അകന്ന് നല്ല രീതിയിലുള്ള ജീവിത വിജയങ്ങൾ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നവരാണ്. അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വലിയ അവസരങ്ങളാണ് തേടി വരുന്നത്. ഒന്നുമില്ലായ്മയിൽ നിന്നും അതിസമ്പത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള നല്ല അവസരങ്ങളൊക്കെ ജീവിതത്തിൽ തേടി വരും. പ്രാർത്ഥിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. കുടുംബത്തിലെ നെഗറ്റീവ് എനർജികളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മാറും. അതുപോലെ തന്നെ ഭരണി നക്ഷത്ര ജാതകർ, ഭരണി നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റി നല്ല ജീവിത സാഹചര്യങ്ങളും ഉയർച്ചകളുമാണ് വന്നു ചേരുന്നത്. അവർ ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതുമായിട്ടുള്ള എല്ലാം തന്നെ ഇവരുടെ ജീവിതത്തിന്റെ ഭാഗമായി തീരുന്ന സാഹചര്യങ്ങളും സമയങ്ങളിലും ഇവർക്ക് തുറന്നു കിട്ടുന്നതായിരിക്കും. ഉറപ്പായും ഈശ്വരനെ അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും വലിയ അനുഗ്രഹങ്ങളും ചൊരിയുന്നൊരു സമയമാണ് ജൂൺ മാസം. കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുവാനും നല്ല രീതിയിലുള്ള സാമ്പത്തിക ഉയർച്ചകളും ഉന്നതികളും ജീവിതത്തിൽ കൈവരിക്കുന്ന സമയമാണ്. ധാരാളം സൗഭാഗ്യങ്ങളാണ് ഈ നക്ഷത്ര ജാതകർക്ക് ജൂൺ മാസം വന്നു ചേരുവാൻ യോഗമുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല നല്ല രീതിയിലുള്ള ജീവിത ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളൊക്കെ ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുവാനുള്ള ഭാഗ്യങ്ങളും യോഗങ്ങളൊക്കെ ഈശ്വരന്റെ അനുഗ്രഹത്താൽ നല്ല രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് നിങ്ങളുടെ ജീവിതം എത്തിച്ചേരുക തന്നെ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടുകൂടി നിങ്ങൾ പ്രാർത്ഥിക്കുക. കുടുംബസമേതം ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ധാരാളം മാറ്റങ്ങളും വിജയങ്ങളും ജീവിതത്തിൽ കൈമുതലായിട്ട് വന്നു ചേരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങളാണ് ഉണ്ടാകുന്നത്. കോടീശ്വര യോഗത്തിലേക്ക് ഈ നക്ഷത്ര ജാതകർ എത്തിച്ചേരുകയും നല്ല രീതിയിലുള്ള സമ്പത്ത് ജീവിതത്തിൽ ആർജിക്കുവാനുമുള്ള സമയവും സാഹചര്യങ്ങളുമാണ് ഇവർക്ക് മുമ്പിൽ തെളിയുന്നത്. അതുകൊണ്ട് തന്നെ ഈശ്വരൻ ഇവരെ അനുഗ്രഹിക്കുന്നതായിരിക്കും. സമൃദ്ധകരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളും ഉയർച്ചകളും ഈ നക്ഷത്ര ജാതകർക്ക് ജൂൺ മാസം വന്നു ചേരും. തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടുകൂടി നിങ്ങൾ പ്രവർത്തിക്കുക. അടുത്തത് ഉത്രം. ജീവിതത്തിൽ എക്കാലവും മികച്ച അവസരങ്ങളും ജീവിതത്തിൽ വലിയ വിജയങ്ങളും വന്നു ചേരുവാൻ യോഗമുള്ള നക്ഷത്ര ജാതകരാണ്. ഉത്രം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചോളം നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം അകന്ന് സമ്പൂർണ്ണ വിജയങ്ങൾ ജീവിതത്തിൽ നിങ്ങളെ തേടി വരുന്നതായിരിക്കും. ഏതൊരു സാധാരണക്കാരനും കോടീശ്വര യോഗത്തിലേക്ക് എത്തിച്ചേരുന്ന സമയമൊക്കെയാണ്. ഈശ്വരന്റെ അനുഗ്രഹ വർഷം ജീവിതത്തിൽ ചൊരിഞ്ഞു കിട്ടുന്ന സമയമൊക്കെയാണ്. ഒന്നുമില്ലായ്മയിൽ നിന്നും കോടീശ്വര പദവിയിലേക്ക് ഈ നക്ഷത്ര ജാതകർ എത്തുന്നതായിരിക്കും. അത്തം നക്ഷത്രം. ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങളൊക്കെ ധാരാളം ലഭിക്കുന്ന നക്ഷത്ര ജാതകരാണ് അത്തം നക്ഷത്ര ജാതകര്. മനസ്സിലെ വിഷമതകളും സങ്കടങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും അകന്ന് നല്ല രീതിയിലുള്ള ജീവിത വിജയങ്ങൾ കരസ്ഥമാക്കുവാനും ഈ നക്ഷത്ര ജാതകർക്ക് കഴിയുന്നതായിരിക്കും. നിങ്ങൾക്ക് സ്വപ്ന തുല്യമായ ഒത്തിരി നേട്ടങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ നിങ്ങൾക്ക് കൊണ്ടുവരുന്നതായിരിക്കും. പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും അതിജീവിച്ച് നിങ്ങൾക്ക് മുന്നേറുവാനുള്ള ഭാഗ്യങ്ങളും യോഗങ്ങളും ഈശ്വരൻ നിങ്ങൾക്ക് കൊണ്ടുവരിക തന്നെ ചെയ്തായിരിക്കും. സമ്പൂർണ്ണ വിജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കിട്ടി. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ജീവിത വിജയങ്ങളൊക്കെ ഈ സമയം നിങ്ങൾക്ക് ഉണ്ടായിക്കിട്ടതായിരിക്കും. അതുപോലെ തന്നെ വിശാഖം നക്ഷത്ര ജാതകർ ജീവിതത്തിൽ ഒന്നുമില്ലായ്മയിൽ നിന്നും അതിസമ്പത്തിലേക്കും കോടീശ്വര യോഗത്തിലേക്കും ജൂൺ മാസം എത്തിച്ചേരുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും. ഒരു ലോട്ടറി എടുത്താൽ പോലും ഈ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യദേവതയുടെ കടാക്ഷം ലഭിക്കുന്ന സമയമാണ്. ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു പ്രാർത്ഥിക്കുക. നല്ല ജോലിയൊക്കെ ഈ സമയം നിങ്ങളെ തേടിയെത്തുന്ന സമയവും സാഹചര്യങ്ങളൊക്കെയാണ്. ഉറപ്പായും ജീവിതത്തിൽ ഒത്തിരി നേട്ടവും വിജയങ്ങളും നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് വർഷിക്കുന്ന സമയമാണ്. വിശ്വാസത്തോട് പ്രാർത്ഥിക്കുക. അനിഴം നക്ഷത്രം. അനിഴം നക്ഷത്രക്കാർക്ക് ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ വിജയത്തിലേക്ക് എന്തായിരിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള സമയമാണ്, കാലഘട്ടമാണ്. ജീവിതത്തിൽ വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ആഗ്രഹങ്ങളൊക്കെ നിറവേറി കിട്ടുന്നതായിരിക്കും. മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതോടുകൂടി തന്നെ ഒന്നുമില്ലായ്മയിൽ നിന്നും കോടീശ്വര പദവിയിലേക്ക് ജൂൺ മാസം എത്തിച്ചേരും.
കുടുംബത്ത് ഐശ്വര്യം വർദ്ധിക്കുന്നതായിരിക്കും. എല്ലാവിധമായ സൗഭാഗ്യങ്ങളും കാര്യവിജയങ്ങളും നിങ്ങൾക്ക് ഉണ്ടായി കിട്ടുന്നതായിരിക്കും. അടുത്തത് തൃക്കേട്ട നക്ഷത്ര ജാതകരാണ്. ഇവർക്കും ജീവിതത്തിൽ അത്ഭുതകരമായ സാമ്പത്തിക മുന്നേറ്റങ്ങളും ഉയർച്ചകളും ഉണ്ടാകുന്നതായിരിക്കും. ദുഃഖ ദുരിതങ്ങളെല്ലാം മാറി സമ്പൂർണ്ണ വിജയത്തിലേക്ക് എത്തിച്ചേരുവാൻ തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് ഈ സമയം കഴിയുന്നതായിരിക്കും. ഈശ്വര വിശ്വാസത്തോട് പ്രവർത്തിക്കുക. ഈശ്വരൻ നിങ്ങളെ ജീവിതത്തിൽ കൈപിടിച്ചു വരുന്നതായിരിക്കും. സമ്പൂർണ്ണ വിജയങ്ങളും സമ്പൽ സമൃദ്ധിയും സമ്പൽ സമൃദ്ധമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളും ഈശ്വരൻ നിങ്ങൾക്ക് തുറന്നു തരുന്നതായിരിക്കും. എല്ലാ മേഖലകളിലും വിജയിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങളൊക്കെ ഈശ്വരൻ നിങ്ങൾക്ക് കൊണ്ടുവരുന്നതായിരിക്കും.